തുടക്കത്തിൽ ഞാൻ അഭിമാൻ എന്ന വളം 2 തവണയായി പ്രയോഗിച്ചു. 1 ലിറ്റർ അഭിമാൻ 200 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു വാഴത്തൈക്ക് 1 ലിറ്റർ എന്ന തോതിൽ പ്രയോഗിച്ചു. ഈ ഉൽപ്പന്നങ്ങളുടെ ശരിയായ പ്രയോഗത്തിന് നന്ദി. എന്റെ വാഴത്തോട്ടം മികച്ച വളർച്ച കാണിച്ചു. 7 മാസത്തിനുള്ളിൽ പൂക്കൾ വിരിഞ്ഞു. വാഴക്കുലകളുടെ വളർച്ചയും ആരോഗ്യകരമാണ്. ഈ ഉൽപ്പന്നങ്ങൾ തുടർന്നും ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സഹകർഷകരെ ആശംസകൾ. എന്റെ പേര് വരുൺ കുമാർ. ഞാൻ ദക്ഷിണ ബാംഗ്ലൂർ ജില്ലയിലെ ദൊഡ്ഡസദാനഹള്ളി ഗ്രാമത്തിൽ നിന്നാണ്. നിലവിൽ എന്റെ തോട്ടത്തിൽ 500 വാഴത്തൈകളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ ഈ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ആദ്യമായി അറിഞ്ഞത്. അതിനുശേഷം ഞാൻ APKS ഓർഗാനിക്സിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആരംഭമായി ഞാൻ അഭിമാൻ എന്ന വളം 2 തവണയായി പ്രയോഗിച്ചു. 1 ലിറ്റർ അഭിമാൻ 200 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഒരു വാഴത്തൈക്ക് 1 ലിറ്റർ എന്ന തോതിൽ പ്രയോഗിച്ചു. ഡ്രിപ്പ് ഇറിഗേഷൻ രീതി ഉപയോഗിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. നട്ട് 3 മാസത്തിനു ശേഷം ആദ്യത്തെ തവണ നൽകി. നട്ട് 5 മാസത്തിനു ശേഷം രണ്ടാമത്തെ തവണ നൽകി. അഭിമാൻ പ്രയോഗിച്ചതിനെ തുടർന്ന് വാഴച്ചെടികൾ അസാധാരണമായി വളർന്നു. നട്ട് 7 മാസത്തിനുള്ളിൽ പൂക്കൾ വിരിഞ്ഞു. തുടർന്ന് 7-ാം മാസത്തിൽ ഞാൻ ഓർബിക്സ് പ്രയോഗിച്ചു. ഈ ഉൽപ്പന്നം വാഴക്കുലകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഇത് വാഴകൾക്കിടയിൽ നല്ല അകലം പ്രോത്സാഹിപ്പിക്കുകയും അവയുടെ ഭാരം വർദ്ധിപ്പിക്കുകയും രോഗബാധ തടയുകയും ചെയ്യുന്നു. ഞാൻ അഭിമാൻ, ഓർബിക്സ് എന്നിവ 2 തവണ വീതം പ്രയോഗിച്ചു. അടുത്ത ഘട്ടമെന്ന നിലയിൽ വാഴക്കുലകൾ പൂർണ്ണമായും ഉയർന്നുവരുന്ന ഘട്ടത്തിൽ FL77 ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ഉൽപ്പന്നം കുലകളിൽ നിലവിലുള്ള ഏതെങ്കിലും കേടുപാടുകൾ പരിഹരിക്കുകയും അവയുടെ തിളക്കവും ആരോഗ്യവും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. കൂടാതെ കുലകളുടെ മൊത്തത്തിലുള്ള ഭാരം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്ത മാസം മുതൽ ഈ ഉൽപ്പന്നം ഉപയോഗിക്കാൻ ഞാൻ പദ്ധതിയിടുന്നു. ഈ ഉൽപ്പന്നങ്ങൾ പ്രയോഗിക്കുന്നതിന് 2 രീതികളുണ്ട്. രീതി 1 വെഞ്ചുറി ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിലൂടെ ലായനി പ്രയോഗിക്കുന്നു. 1 ലിറ്റർ ഉൽപ്പന്നം 200 ലിറ്റർ ബാരൽ വെള്ളത്തിൽ കലർത്തി പ്രയോഗിക്കാം. രീതി 2 ഓരോ വാഴത്തൈയുടെയും ചുവട്ടിൽ 1 ലിറ്റർ ലായനി നേരിട്ട് ഒഴിക്കുക. ഈ 2 രീതികളിൽ വെഞ്ചുറി രീതിയാണ് ഏറ്റവും എളുപ്പമുള്ളതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ അതിരാവിലെ പ്രയോഗിക്കാറില്ല. പകരം വൈകുന്നേരം ഞാൻ അവ പ്രയോഗിക്കുന്നു. അതിരാവിലെ പ്രയോഗിച്ചാൽ ഉൽപ്പന്നം ബാഷ്പീകരിക്കപ്പെടുകയും പാഴാകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വൈകുന്നേരമാണ് പ്രയോഗത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ഈ ഉൽപ്പന്നങ്ങളുടെ ശരിയായ പ്രയോഗത്തിന് നന്ദി. എന്റെ വാഴത്തോട്ടം മികച്ച വളർച്ച കാണിച്ചു. വെറും 7 മാസത്തിനുള്ളിൽ ചെടികൾ പൂക്കാൻ തുടങ്ങി. വാഴക്കുലകളുടെ വികാസവും ആരോഗ്യകരമാണ്.